കേരളം കാത്തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ, ഡ്രാമ, സെന്റിമെന്റ്സ്, എന്റെ കയ്യിലൊരു ചുക്കില്ല, സസ്പെൻസ്, ആക്ഷൻ. ഓരോ നിമിഷവും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന അത്രയ്ക്ക് വേണ്ടല്ലേ? ഓക്കെ, നിലമ്പൂരിലേക്കാണ്. വെൽക്കം ബാക്ക് ടു പാരലൽ വേൾഡ്. തുടങ്ങിയപ്പോൾ വളരെ ശാന്തമായിരുന്നു അന്തരീക്ഷം. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഇടയ്ക്കിടെ കേൾക്കുന്ന കരച്ചിൽ ഒഴിച്ചാൽ ശാന്തമായിരുന്നു അന്തരീക്ഷം. ഷൗക്കത്തിനെ കൊണ്ടുവരുന്നു, അൻവർ മാധ്യമങ്ങളെ കാണുന്നു. ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന ഒരു തുടക്കം. ഷൗക്കത്ത് വന്നിട്ടും ഇടതു പാളയത്തിൽ നിന്നൊരു എതിരാളി എത്തിയില്ല. മഴ കാരണം സ്ഥാനാർത്ഥി തെരച്ചിൽ മാറ്റിവെച്ചെന്ന് വരെ ബ്രേക്കിംഗ് പോകുന്ന അവസ്ഥ. നിർബന്ധിച്ചാൽ വേണമെങ്കിൽ ഞാൻ വേണ്ട. കോൺഗ്രസിലെ ആവേശ ജീവികൾക്ക് ഇത് മറ്റൊരു ആവേശമായി. നിലമ്പൂർ അങ്ങാടിയിലൂടെ മനുഷ്യന്മാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല, അപ്പൊ പിടിച്ചോണ്ട് പോയി സ്ഥാനാർത്ഥിയാക്കുകയാണ്. ഒടുവിൽ ആവേശം മൂത്ത് ധൈര്യമുണ്ടെങ്കിൽ അങ്ങാടി തപ്പി നടക്കാതെ സ്വരാജിനെ ഇറക്കുക എന്ന് വരെ വെല്ലുവിളി. ഓക്കെ, ചെക്ക്. ഇനി എന്ത്? പിന്നെ ഭയമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല അവരെല്ലാവരും. ഇങ്ങനെ കോൺഗ്രസ് ചോദിച്ച് വിളിച്ചു വരുത്തി കൈപ്പറ്റിയ സ്ഥാനാർത്ഥി എത്തി. ആവനാഴിയിലുള്ള അവസാനത്തെ മികച്ച ആയുധം പുറത്തെടുത്തിരിക്കുന്നു CPM. പക്ഷെ മൂപ്പര് വണ്ടി കയറിയപ്പോ എന്താണ് ആൾക്കാരൊക്കെ ബലിപെരുന്നാൾ ആശംസയൊക്കെ ഇപ്പോഴേ നേരുന്നുണ്ടല്ലോ. ശുഭപ്രതീക്ഷ 100% വിജയം. നിലമ്പൂരിന്റെ സ്വന്തം പുത്രൻ. പക്ഷെ ജനിച്ചത് പിന്നെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. ഏതെങ്കിലും കുലംകുത്തികളായിരിക്കും. അല്ല, നാട്ടുകാർ തന്നെയാണ്. സ്വരാജൊക്കെ കണക്കാ. അൻവറാക്ക നിക്കാണ്, അൻവറാക്ക ജയിച്ചു. വേറെന്താ വർത്താനം? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഇതൊരു പിണറായി 3.0യിലേക്കുള്ള ട്രെയിലർ ആയിട്ട് വേണം കാണാൻ. ഇത്രയും നാൾ ചെയ്തതൊന്നും ജനങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ആ വികാരം വോട്ടായി കിട്ടും. പിണറായിനൊന്നും പോയി കിട്ടിയ ശുഭപ്രതീക്ഷ 100% വിജയം. ഇതേ സമയം മറ്റൊരിടത്ത് അയാൾ കഥ എഴുതുകയാണ്. അങ്ങനെ സ്ഥാനാർത്ഥികളായി കളം നിറഞ്ഞു, പ്രചാരണം കൊഴുക്കുന്നു. പക്ഷെ എല്ലാവരും ആവേശങ്ങളിൽ മുഴുകുമ്പോൾ അപ്പുറത്തൊരാൾ ഒറ്റയ്ക്കായിരുന്നു. മഴ ആയതുകൊണ്ട് ആ കണ്ണീര് കാണുന്നില്ലെന്നേ ഉള്ളൂ. വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചെളിവാരി എറിയും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് ശരിക്കും ഒറ്റയ്ക്കായി പോയി. ഏത് നേരത്താണെന്ന് രാജിവെക്കാൻ തോന്നിയെന്നോർത്ത് വിങ്ങുന്നുണ്ടാവും ആ മനസ്സ്. പിണറായിയെ തകർക്കാൻ ഇറങ്ങി ഇവിടെ വന്നപ്പോ സതീശൻ. പിടിച്ചതിലും വലുത് മാളത്തിൽ എന്ന അവസ്ഥ. ആ കസേര ഇപ്പോഴും അമ്പൂക്കാക്ക് വേണ്ടി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് മത്സരിക്കും. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ അല്ല, ഞാൻ ആകെ കടക്കാരനവലപ്പം കൂടിയ ക്ഷണങ്ങള്. ഇത്ര പ്രാരാബ്ദം ഉണ്ടായിട്ടാണോ മനുഷ്യ ഒറ്റയ്ക്ക് ഈ വഴിയെല്ലാം വെട്ടിത്തെളിച്ചു വന്നത്? ഒരു കടന്നലിനെ കണ്ട പ്രാണികളെല്ലാം കൂടി വളഞ്ഞിട്ട് കുത്തുന്ന അതിദാരുണമായ കാഴ്ച. ഇനി ആരും വിളിക്കണ്ട, ആ വഴിക്ക് പൊക്കോട്ടെ. ഞാനില്ല കേട്ടോ. പക്ഷേ PV അൻവർ, നിങ്ങൾ എപ്പോഴും അൻവറിനെ പറ്റി പറയല്ലേ, അതൊരു കെട്ടുപോയ ചൂട്ടുകെട്ടാണ്. ഓക്കെ, ഇനിയില്ല വീണ്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ സ്വീകരിക്കാൻ, സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിൽ സതീശൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് പാർട്ടിക്കകത്ത് കൊണ്ടുവരുമായിരുന്നു. ഞാനിനി ഇല്ല, UDF-ലേക്ക് ഞാനില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫ് ഒരു മിക്സഡ് ഇമോഷൻ മൂഡിൽ പോയി. ഇനി കാണേണ്ടത് ക്ലൈമാക്സ് ആണ്. ഇടയ്ക്കൊരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നിലമ്പൂർ ആര് കൊണ്ടുപോകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ ഭാവി എന്ന കാര്യം ഇടയ്ക്കിടെ ഓർമ്മിക്കണം. ഈ പൊളിറ്റിക്കൽ ത്രില്ലർ ഒരു അതിജീവനത്തിന്റെ കൂടി കഥയാണ്. ആര് ജയിച്ചാലും ബഹിരാകാശത്തേക്കുള്ള ട്രാഫിക് കൂടുമെന്നൊരു അന്തർധാര റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നടക്കും. അതെന്താണെന്ന് നടക്കുമ്പോൾ കണ്ടറിയാം. ശുഭപ്രതീക്ഷ 100% വിജയം. ഇതൊരു ട്രെയിലറായി കണ്ടാൽ മതി. വിശദമായി അടുത്ത വട്ടം വരാം. ബൈ.